കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രകടന പത്രികകൾ ഒക്കെ പുറത്തിറങ്ങിയ ദിവസമാണല്ലോ. വാഗ്ദാന പെരുമഴകൾ തന്നെയാണ് എല്ലാ മുന്നണികളുടെ പ്രകടന പത്രികയിലുമുള്ളത്. ആദ്യമായി പറയട്ടെ, ഈ സൗജന്യ വാഗ്ദാനങ്ങളൊന്നും സമൂഹത്തിന് ഗുണം ചെയ്യില്ല എന്ന ഒരു അഭിപ്രായം ആദ്യമായി തന്നെ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എങ്കിലും മുന്നണികൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എല്ലാ മുന്നണികളും ഏകദേശം ഒരേ രൂപത്തിലുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നും പറയത്തക്ക കാര്യങ്ങളിലൊന്നുമില്ല എന്ന് തന്നെ പറയാം. ക്ഷേമ പെൻഷന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ എല്ലാവരും 3000 രൂപ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. 3000 രൂപ തന്നെയാണ് ക്ഷേമ പെൻഷനായിട്ട് LDF-ഉം UDF-ഉം വാഗ്ദാനം ചെയ്യുന്നത്. BJP ലെവലൊരു ചെറിയ വ്യത്യാസം, 70 വയസ്സ് എന്നൊക്കെ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് ചോദിച്ചാൽ അവരും 3000 തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അത് LDF-ഉം UDF-ഉം അത് തന്നെയാണ്, 3000 തന്നെയാണ് അത് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികളും ഒരേപോലെ തന്നെയാണ്. രണ്ട് മുന്നണികൾ ജയിച്ചാലും 3000 രൂപ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത്. LDF കൂടുതൽ ഊന്നൽ നൽകുന്നത് വമ്പൻ വികസന പദ്ധതികൾക്കാണെങ്കിൽ UDF ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തുന്ന പദ്ധതികൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നമുക്ക് ഈ പ്രകടന പത്രിക വായിച്ചതിൽ നിന്നും അതിന്റെ വിശദീകരണം കേട്ടതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെയാണ്. BJP-യുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. മറ്റു രണ്ട് മുന്നണികളെ പോലെ തന്നെ ക്ഷേമ പെൻഷൻ BJP-യും വാഗ്ദാനം ചെയ്യുന്നു 3000 രൂപ. ഒന്നിൽ നൽകുന്നത് ശബരിമല വികസനം, എയിംസ്, സൗജന്യ ഗ്യാസ്, അത് BJP-യുടെ ഒരു വാഗ്ദാനമാണ്. 2 വർഷത്തിൽ 2 ആഘോഷങ്ങളിലായി സൗജന്യമായി നൽകും എന്നാണ് പറഞ്ഞത്. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിലൊക്കെ എല്ലാവരും 3 മുന്നണികളും പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ല. അത് BJP-യും LDF-ഉം UDF-ഉം ഒക്കെ പറയുന്നുണ്ട്. പിന്നെ UDF-ന്റെ ഒരു പ്രധാന വാഗ്ദാനത്തിൽ പെടുന്നത് അഴിമതി തടയുവാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കും എന്നാണ്. പിന്നെ മറ്റൊരു വാഗ്ദാനം സമാധാനത്തിനായി ഒരു വകുപ്പ് രൂപീകരിക്കും എന്നും UDF-ന്റെ പ്രകടന പത്രികയിൽ പറയുന്നു. ഇത് നമ്മൾ എടുത്തു പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്തിട്ട് പറഞ്ഞതല്ല, വ്യത്യാസങ്ങളാണ്. ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും കാണാപ്പാടമായിരിക്കും. അത്ര രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടായെങ്കിലും നമ്മള് ഇതിന്റെ ഓരോ പ്രകടന പത്രികയും വ്യത്യസ്തമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ സൂചിപ്പിച്ചത്. അഴിമതി തടയാൻ സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കും എന്നാണ് UDF-ന്റെ ഒരു വാഗ്ദാനം. സമാധാനത്തിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്നും, അങ്ങനെ 2 പ്രധാന വാഗ്ദാനങ്ങൾ UDF-ന്റെ ഭരണ മാറ്റങ്ങളിൽ എന്ന പേജിൽ കാണുന്നുണ്ട്. അത് ഈ പ്രകടന പത്രിക ഏതായാലും സൗജന്യ വാഗ്ദാനങ്ങൾ അത്ര ഗുണം ചെയ്യില്ല സമൂഹത്തിന്. അതിന് ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട് എന്നതൊക്കെ വലിയൊരു കടമ്പ തന്നെയാണ്. ഇപ്പൊ കൊടുക്കുന്ന വാഗ്ദാനങ്ങള് ഏത് മുന്നണി കൊടുത്താലും, LDF കൊടുത്താലും UDF കൊടുത്താലും NDA കൊടുത്താലും ആര് കൊടുത്താലും സൗജന്യ വാഗ്ദാനങ്ങളോട് കൂടുതൽ യോജിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം സൗജന്യ വാഗ്ദാനങ്ങൾ നൽകി അത് പിന്നീട് വഞ്ചിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സൗജന്യ വാഗ്ദാനങ്ങളിൽ ഒരു മുന്നണി, ഏത് മുന്നണിയാണെങ്കിലും അതിനുള്ള ഫണ്ട് സ്രോതസ് വെളിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ അത് എങ്ങനെ കൊടുക്കും, എങ്ങനെ കണ്ടെത്തും, ഫണ്ട് എങ്ങനെ കണ്ടെത്തും, ഇതൊരു പ്രധാന ഘടകമാണ്. അപ്പൊ ആ ഫണ്ട് കണ്ടെത്തുന്ന കാര്യം കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നതാണ്. ചിലവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. ക്ഷേമ പെൻഷൻ 3000 എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. അത് എങ്ങനെ നടപ്പാക്കും ഭരണത്തിൽ
എത്തിയാൽ ഉടനെ നടപ്പാക്കുമോ എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാം. കാരണം ഇത് പ്രകടന പത്രികയും അതിന്റെ വാഗ്ദാനങ്ങളുമാണ്. അപ്പോൾ അത് ഏത് മുന്നണിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ഭരണത്തിലെത്തി കഴിഞ്ഞിട്ട് അതിന്റെ നടപ്പാക്കാൻ എടുക്കുന്ന സമയം ഒക്കെ കണക്കുകൂട്ടി നമുക്ക് അതിലേക്ക് കടക്കാൻ 3000 രൂപ എന്നാൽ ഒരു അനുഗ്രഹം തന്നെയാണ്. രണ്ട് മുന്നണികളും അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3000 രൂപ തന്നെയാണ് ക്ഷേമ പെൻഷൻ എന്ന്. അപ്പോൾ അതേതായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. 100 രൂപ വെച്ച് ദിവസം 3000 രൂപയാകുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതൊക്കെയാണ് ഇലക്ഷൻ മുന്നണികളുടെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട വിശദീകരിക്കാൻ എല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ക്ഷേമ പെൻഷന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ പ്രകടന പത്രികയിലും ക്ഷേമ പെൻഷന്റെ കാര്യം തന്നെയാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. പിന്നെ യുവതി യുവാക്കളുടെ തൊഴിൽ ലഭ്യതക്കുറവിനെ കുറിച്ചും എല്ലാ മുന്നണികളും പറയുന്നുണ്ട്. അതിനുള്ള വഴികളും എല്ലാ മുന്നണികളും പ്രകടന പത്രികയിൽ പ്രത്യേകം എടുത്തു പറയുന്നുമുണ്ട്. തൊഴിൽ ലഭിക്കാതിരിക്കുന്നതും വിദേശത്തേക്ക് പോകുന്നതും ഒക്കെ എല്ലാവരുമായി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏതായാലും പ്രകടന പത്രികയിലെ ഇപ്പോഴത്തെ ഹൈലൈറ്റ് ക്ഷേമ പെൻഷൻ തന്നെയാണ്. അത് 3000 രൂപ തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് അതിലൊരു വ്യത്യാസം കാണുന്നില്ല. എല്ലാ മുന്നണികളും 3000 രൂപ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രകടന പത്രികയെ ആകെ കൂടി ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരു വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. എല്ലാ മുന്നണികളുടെ പ്രകടന പത്രികയിലും ഏകദേശം ഒക്കെ ഒരു വലിയ പറയത്തക്ക വ്യത്യാസങ്ങളൊന്നുമില്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഈ വീഡിയോ ഇനി എങ്ങോട്ടുള്ള ജനങ്ങളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ജനങ്ങൾക്ക് അതിന്റെ ഇഷ്ടാനുസരണം ഏതൊക്കെ പ്രകടന പത്രിക അംഗീകരിക്കാം എന്നുള്ളത് നമുക്ക് ഇനി ഇലക്ഷൻ റിസൾട്ടോട് കൂടി ജനങ്ങൾ ഏതാണോ അംഗീകരിച്ചത് എന്ന് ഇലക്ഷൻ റിസൾട്ടോട് കൂടി ആയിരിക്കും അത് മനസ്സിലാവുക. തീർച്ചയായും ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഏതൊക്കെ മുന്നണിയുടെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന്. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.